ഹായ്, ഗുഡ് ഈവനിങ് എവരി വൺ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസിനെ പറ്റിയാണ്, ലോജിക്കൽ റീസണിങ്. സോ ലോജിക്കൽ റീസണിങ് നമ്മൾ ഓൾറെഡി ആർഗ്യുമെന്റ്സ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. സോ ആർഗ്യുമെന്റ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ സോ യു നീഡ് ടു നോ വാട്ട് ഈസ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. ഓക്കെ, സോ എന്താണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ? These are statements that assert or deny something about the relationship between one category or two categories or classes. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും രണ്ട് കാറ്റഗറീസ് ഓഫ് എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻ വിത്തൗട്ട് എനി കണ്ടീഷൻ പറയുകയാണെങ്കിൽ അതിനെ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയും. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോഗ്സ് ആർ മാമൽസ് ഇങ്ങനെ പറയുന്നു. ഇവിടെ ഒരു കാറ്റഗറി ഡോഗ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും മാമൽസ് എന്ന് പറയുന്ന കാറ്റഗറിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് എനി കണ്ടീഷൻ ആണ്, ഒരു കണ്ടീഷനും പറയാതെയാണ്. അതേപോലെ ഓൾ കാറ്റ്സ് ആർ ബേർഡ്സ്, ഓക്കെ, അല്ലെങ്കിൽ സം ഡോഗ്സ് ആർ ഡ്രാഗൺ, കുറച്ച് എക്സാമ്പിളുകൾ. സോ ഇവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഫസ്റ്റ് കാറ്റഗറിയും സെക്കൻഡ് കാറ്റഗറിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്നെങ്കിൽ അത് തമ്മിൽ റിലേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് തമ്മിൽ റിലേഷൻ ഇല്ല എന്നോ ആകാം. ലൈക്ക് നോ കാറ്റ്സ് ആർ ബേർഡ്സ്. Okay, so these are preposition or statements that assert or deny something about relationship between two categories or classes. ഒന്നെങ്കിൽ ഈ രണ്ട് കാറ്റഗറികൾ തമ്മിലുള്ള റിലേഷൻ ഒരു കണ്ടീഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഫസ്റ്റ് തിങ്, ആൻഡ് ആ റിലേഷൻ ഒന്നെങ്കിൽ അസേർട്ട് ചെയ്യുവാണ് അല്ലെങ്കിൽ ഡിനൈ ചെയ്യുവാണ്. ഫസ്റ്റ് കാറ്റഗറി ഈസ് റിലേറ്റഡ് ടു ദി സെക്കൻഡ് തിങ് ഓർ ഫസ്റ്റ് കാറ്റഗറി ഈസ് നോട്ട് റിലേറ്റഡ് ടു ദി സെക്കൻഡ് തിങ്. അങ്ങനെയാണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് ഫ്രെയിം ചെയ്യുന്നത്. സോ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് ആണ് നമ്മളുടെ ട്രഡീഷണൽ ലോജിക്കിനെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. സോ എന്താണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ? കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറീസ് തമ്മിലുള്ള റിലേഷൻ വിത്തൗട്ട് എനി കണ്ടീഷൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അവിടെ ഒന്നെങ്കിൽ ഇത് അസെർട്ട് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ആ റിലേഷൻ എന്ന് പറയുന്നത് ഡിനൈ ചെയ്യുന്നതാകാം. ഓക്കെ, സി ലെറ്റ് മീ ഷോ യു വൺ എക്സാമ്പിൾ. ഓൾ കാറ്റ്സ് ആർ മാമൽസ്. ഇത് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എക്സാമ്പിൾ ആണല്ലോ. ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ കാറ്റഗറി ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന കാറ്റ്സിനെ സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞ മാമൽസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തരം റിലേഷൻസ് ആണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കാറ്റഗറിക്കൽ പ്രപ്പോസിഷനിൽ എന്തൊക്കെ ആണ് വരുന്നത്? എന്താണ് ഇതിന്റെ സ്ട്രക്ചർ? വി ക്യാൻ സീ ദർ ഇസ് എ ക്വാണ്ടിഫയർ. ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓൾ കാറ്റ്സ് ആർ മാമൽസ്, റൈറ്റ്? ഈ ഓൾ എന്ന് പറയുന്നതാണ് നമ്മളുടെ ക്വാണ്ടിഫയർ. ഇൻഡിക്കേറ്റ്സ് ദി ക്വാണ്ടിറ്റി ഓഫ് ദി സബ്ജക്റ്റ് നെയിം. ലൈക്ക് ഒന്നെങ്കിൽ ഇത് ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്നായിരിക്കും, അല്ലെങ്കിൽ സം കാറ്റ്സ് ആർ മാമൽസ് എന്നായിരിക്കും, അല്ലെങ്കിൽ നോ കാറ്റ്സ് ആർ മാമൽസ് എന്നായിരിക്കും. അതെല്ലാം ക്വാണ്ടിറ്റിയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഓൾ, നോ ഓർ സം. ഇനി there will be subject term. ഫസ്റ്റ് ടേമിനെയാണ് സബ്ജക്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദി ക്ലാസ് ഓർ കാറ്റഗറി ഈസ് ബീയിങ് ഡിസ്ക്രൈബ്ഡ്. നമ്മൾ എന്തിനെയാണോ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ കാറ്റഗറിയെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാറ്റ്സ് എന്താണെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. സോ കാറ്റ് ആണ് സബ്ജക്റ്റ് ടേം. ദെൻ ദേർ ഇസ് കൊപ്പുല. കൊപ്പുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ വേർബ് ആണ്. അതായത് ഈ കണക്ഷനെയാണ്, ഗ്രാമാറ്റിക്കൽ വെർബിനെയാണ് കൊപ്പുല എന്ന് പറയുന്നത്. സോ ദി വേർബ് ദാറ്റ് കണക്ട്സ് ദി സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് ടേമിനെയും പ്രെഡിക്കേറ്റ് ടേമിനെയും കണക്ട് ചെയ്യുന്ന ആ വെർബിനെയാണ് നമ്മൾ കൊപ്പുല എന്ന് പറയുന്നത്. ഇത് മേ ബി ഈസ് ആകാം, ആർ ആകാം, അല്ലെങ്കിൽ ഈസ് നോട്ട്, ആർ നോട്ട്, ഇങ്ങനെയുള്ള വേർബുകളാണ് കൊപ്പുല. പിന്നെ വരുന്നത് പ്രെഡിക്കേറ്റ് ടേം ആണ്. പ്രെഡിക്കേറ്റ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ മാമൽസ് ആണ്. ദി ക്ലാസ് ഓർ കാറ്റഗറി ബീങ് അഫേംഡ് ഓർ ഡിനൈഡ് ഓഫ് ദി സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇതിൽ വരുന്നുണ്ടെന്നോ വരുന്നില്ലെന്നോ ആണ് പറയുന്നത്. കാറ്റ്സ് മാമൽസിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ കാറ്റ്സ് മാമൽസിൽ വരുന്നില്ല. അങ്ങനെയുള്ള സെക്കൻഡ് ടേമിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. സോ നാല് ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻസ് ആണ് ഒരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷനിൽ വരിക. ഒന്ന് ക്വാണ്ടിഫയർ, ദെൻ സബ്ജക്റ്റ് ദാറ്റ് ഈസ് കാറ്റ്സ് ഹിയർ, കപ്പുല ആൻഡ് പ്രെഡിക്കേറ്റ് ടൈം. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി കോമ്പോണൻസ്, ഇതേ കോമ്പോണൻസിനെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്യുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഇവിടെ ഏതൊരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എടുത്താലും
അവിടെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ സാധിക്കും. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ക്വാണ്ടിറ്റി ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദി ക്വാണ്ടിഫയർ യൂസ്ഡ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിഫയർ എന്താ? ഓൾ എന്നുള്ളതാണ്. അതായത് എല്ലാത്തിനെയും ഡിനോട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ സം. ഓൾ എന്നാകാം ഓർ സം എന്നാകാം. ഇതാണ് ക്വാണ്ടിറ്റി. ഓക്കെ. നോ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ഇത് തന്നെയാണ്. നോ എന്ന് പറഞ്ഞാൽ ഓൾ എന്നുള്ള മീനിങ് തന്നെയാണ്. അതായത് ഇമാജിൻ നോ ക്യാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയാണ്. നോ ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലെ മൊത്തം മെമ്പേഴ്സും വരുന്നില്ല, എല്ലാ മെമ്പേഴ്സും വരുന്നുണ്ട്. അതാണ് യൂണിവേഴ്സൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഓൾ എന്നുള്ള ടൈമില് ഓൾ ക്യാറ്റ്സ് ആർ നോട്ട് മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മീനിങ് അല്ലേ? സോ ആ ഫസ്റ്റ് കാറ്റഗറി സബ്ജക്റ്റിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൾ ആകാം അല്ലെങ്കിൽ സം ആകാം. ഇതാണ് ക്വാണ്ടിറ്റിയുടെ മീനിങ്. ഇനി ക്വാളിറ്റി ആണ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ either പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ഇപ്പൊ ഞാൻ എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? നോ ക്യാറ്റ്സ് ആർ മാമൽസ്. നോ ആണല്ലോ. ദാറ്റ് മീൻസ് ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി പോസിറ്റീവ് ആണെങ്കിലോ ക്യാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അതായത് ദി ക്വാളിറ്റി ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ഇസ് ഡിറ്റർമിൻഡ് അക്കോർഡിംഗ് ടു വെദർ ദി പ്രപ്പോസിഷൻ asserts or denies an overlap between the classes. അസെർട്ട് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് റിലേഷൻ ആണ്, ഡിനൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് എന്ന് പറയും. സോ ക്വാളിറ്റി മേ ബി either അഫർമേറ്റീവ് ഓർ നെഗറ്റീവ്. സോ നമ്മൾ പറഞ്ഞു അഫർമേറ്റീവ് എന്താണ്? ഇഫ് ദി പ്രപ്പോസിഷൻ അസെർട്സ് ആൻ ഓവർലാപ്പ്, ഈ പറയുന്ന സബ്ജക്ട് ക്ലാസും പ്രെഡിക്കേറ്റ് ക്ലാസും തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അത് അസെർട്ട് ചെയ്യുകയാണ്. അതിനെയാണ് അഫർമേറ്റീവ് എന്ന് പറയുന്നത്. ഇഫ് ദി പ്രപ്പോസിഷൻ ഡിനൈസ് ആൻ ഓവർലാപ്പ്, അവിടെ റിലേഷൻ ഇല്ല, കാറ്റ്സ് ആർ നോട്ട് മാമൽസ് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് ആണ്, ഡിനൈ ചെയ്യുകയാണ്. അതിനെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ 4 കൺസെപ്റ്റുകൾ ക്ലിയർ ആയോ? ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ആ ക്വാളിറ്റിയിൽ തന്നെ അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. ഇത് ക്ലിയർ ആയെങ്കിൽ പറയൂ. ഇസ് ഇറ്റ് ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Is it clear? Please respond. Okay. Now, ഇനി ഞാൻ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ്. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ബിക്കോസ് നമ്മൾ ഫാലസീസ് ഒക്കെ പഠിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറയും. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അതായത് ഇഫ് ദി പ്രപ്പോസിഷൻ റെഫേഴ്സ് ടു ദി എൻറ്റയർ ക്ലാസ് നെയ്മഡ് ബൈ ദി ടേം, ഇറ്റ് ഈസ് സെഡ് ആസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് പ്രപ്പോസിഷനിൽ ആ ഒരു ക്ലാസിന്റെ എൻറ്റയർ ക്ലാസിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. സി, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കി. ഓൾ കാറ്റ്സ് ആർ മാമൽസ്. ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതിൽ സബ്ജക്ട് ക്ലാസ് ഏതാണ്? കാറ്റ്സ് ആണ്. പ്രെഡിക്കേറ്റ് ക്ലാസ് എന്ന് പറയുന്നത് മാമൽസ് ആണ്. ഇതിൽ ഏത് ടേമിന്റെയാണ് എല്ലാ മെമ്പേഴ്സിനെയും നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? ഇസ് ഇറ്റ് കാറ്റ്സ് ഓർ മാമൽസ്? ചിന്തിക്കുക. ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറഞ്ഞു. അപ്പൊ കാറ്റ്സിന്റെ ആണോ മാമൽസിന്റെ ആണോ എല്ലാ മെമ്പേഴ്സും വരുന്നത്, അതോ രണ്ടിന്റെയും വരുമോ? ഓക്കെ. ആ ഒരു പേര് വരുന്ന എല്ലാ മെമ്പേഴ്സും വരുന്ന ഇതിൽ ഏത് ടേമിന്റെ ആണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഏത് ടേമിന്റെ ആണത്? കാറ്റ്സ്. എന്തുകൊണ്ട് മാമൽസിനെ പറ്റി പറയുന്നില്ല? മാമൽസിൽ ഇവിടെ പറയുന്നത് എന്താ? ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ കാറ്റ് എന്ന് പറയുന്ന മാമലിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. കാറ്റ് അല്ലാതെ വേറെയും മാമൽസ് ഉണ്ട്. അതായത് ഈ ഒരു പ്രപ്പോസിഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കാറ്റ്സ് ആണ്. ഓക്കെ. കാറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ. വേറസ് മാമൽസോ? മാമൽസ് എന്ന് പറയുന്നത് ഇവിടെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്തുകൊണ്ടാ? മാമൽസിലെ എല്ലാ മെമ്പറിനെ പറ്റി പറയുന്നില്ല. മാമൽസിലെ കാറ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയെ മാത്രമേ ഇവിടെ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ടേം കാറ്റ്സ് എന്ന് പറയുന്നതാണ്, മാമൽസ് അല്ല. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്റ്റ്.
if the preposition refers to the entire class, see, entire class named by the term, that term is distributed. And if it does not refer to the entire class named by the term, then the term is undistributed. എല്ലാ മെമ്പേഴ്സിനെ പറ്റി പറയുന്നത് ഏത് ക്ലാസിന്റെ എല്ലാ മെമ്പറിനെ പറ്റിയാണോ പറയുന്നത്, ആ ക്ലാസ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത്. ഓക്കെ, എന്നാൽ പറയാത്ത ടേമിനെ നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ടേം എന്ന് പറയും. ഇത്രയും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി ടൈപ്സ്. കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ 4 തരത്തിലുള്ളതുണ്ട്. ഒന്ന് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, ദെൻ യൂണിവേഴ്സൽ നെഗറ്റീവ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ്. ഓക്കെ, വാട്ട് ഈസ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്? അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെന്ന് ഓർക്കുക. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ഇറ്റ് സെൽഫ്. ഓക്കെ, സോ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ, സി, ഇതിനെ നമ്മൾ എ ടൈപ്പ് പ്രപ്പോസിഷൻ എന്ന് പറയും. എ ടൈപ്പ് ആണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്. എ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഓൾ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്സ്, എല്ലാ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ആണ് എന്ന് പറയുന്ന തരത്തിലുള്ള പ്രപ്പോസിഷൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയാം. ലൈക്ക് ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, ഓൾ കാറ്റ്സ് ആർ ബേർഡ്സ്, അങ്ങനെയുള്ള ടേമുകളാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവിൽ വരുന്നത്. ദെൻ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണെങ്കിലോ, നോ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് കാറ്റഗറിയിൽ ഒരു മെമ്പറും തന്നെ പ്രെഡിക്കേറ്റ് കാറ്റഗറിയിൽ വരുന്നില്ല. ലൈക്ക് നോ ഡോഗ്സ് ആർ കാറ്റ്സ്, നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇ ടൈപ്പ് പ്രപ്പോസിഷൻ എന്ന് പറയും. ഇ. ഓക്കെ, ദെൻ പെർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഐ ടൈപ്പ് ആണ്, വിച്ച് മീൻസ് പെർട്ടിക്കുലർ പോസിറ്റീവ്. സം സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്. സബ്ജക്ട് കാറ്റഗറിയിലെ കുറച്ച് മെമ്പേഴ്സ് പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്, എല്ലാവരും അല്ല. സബ്ജക്ട് കാറ്റഗറിയിലെ കുറച്ച് പേര് പ്രെഡിക്കേറ്റിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ പെർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയും. എക്സാമ്പിൾ, സം സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്, സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പെർട്ടിക്കുലർ അഫർമേറ്റീവ്. ഇനി പെർട്ടിക്കുലർ നെഗറ്റീവ്, ഓ ടൈപ്പ് ആണെങ്കിൽ അതിന്റെ മീനിങ് വരുന്നത് സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ് എന്നാണ്. സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ്. എക്സാമ്പിൾ, സം ബേർഡ്സ് ഡു നോട്ട് ഫ്ലൈ, സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്, സം ഡോഗ്സ് ആർ നോട്ട് കാറ്റ്സ്. ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആണ് പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് എ ടൈപ്പ്, ഇ ടൈപ്പ്, ഐ ടൈപ്പ് ആൻഡ് ഓ ടൈപ്പ് എന്ന് മാത്രമേ പറയുള്ളൂ. എ ടൈപ്പ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, ഇത് നമ്മുടെ മനസ്സിൽ വരണം, യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. ദെൻ ഇ ടൈപ്പ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്, നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഓക്കെ, ദെൻ ഐ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്, സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, സം ഡോഗ്സ് ആർ കാറ്റ്സ്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ദെൻ ഓ ടൈപ്പ് ആണെങ്കിൽ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്, സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ്, അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആണ് വരുന്നത്. സോ ദീസ് ആർ ദി 4 ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. 4 തരത്തിലാണ്. ഈ 4 വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ കാറ്റഗറിക്കൽ പ്രപ്പോസിഷനുകൾ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ്, അതിനെയാണ് കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറയുന്നത്. ഒരു സിലോജിസത്തിലെ അല്ലെങ്കിൽ ആർഗ്യുമെന്റിനകത്തെ രണ്ടും ഒരേ കൺസെപ്റ്റ് ആണ് കേട്ടോ. അതിനകത്ത് ഒരു ആർഗ്യുമെന്റ് സിലോജിസം തമ്മിൽ ഡിഫറൻസസ് ഒന്നുമില്ല. നമ്മൾ ആ ഉപയോഗിക്കുന്ന ആർഗ്യുമെന്റിൽ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് ആണ് വരുന്നതെങ്കിൽ അതിനെ കാറ്റഗറിക്കൽ സിലോജിസം എന്ന് പറയും. സോ ദി കാറ്റഗറിക്കൽ സിലോജിസം ഇസ് എ സിലോജിസം whose premises and conclusion are categorical proposition. അപ്പൊ എന്താണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ നമ്മൾ കണ്ടു. ആ കാറ്റഗറിക്കൽ പ്രപ്പോസിഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിലോജിസം ആണ് കാറ്റഗറിക്കൽ സിലോജിസം. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. all hats are fashionable clothing, all fashionable clothing is purple, so some hats are purple. ഇവിടെ നോക്കി, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, ഇവ തമ്മിൽ റിലേഷൻ വിത്തൗട്ട് എനി കണ്ടീഷൻ ആണ്. ഇതൊരു കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആണ്. അതേപോലെ തന്നെയാണ് 3 സ്റ്റേറ്റ്മെന്റും, 2 പ്രമിസും കൺക്ലൂഷനും, എല്ലാത്തിലും റിലേഷൻ പറഞ്ഞിരിക്കുന്ന 2 ക്ലാസസിനെയോ കാറ്റഗറിയോ തമ്മിലാണ്. അവിടെ ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഡിനൈ ചെയ്യുവാണ്. അതുകൊണ്ട് ഇത്തരം സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയാം. അത് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആർഗ്യുമെന്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് കാറ്റഗറിക്കൽ സിലോജിസം എന്നും പറയാം. ഓക്കെ, ഫോളോ ചെയ്യുന്നുണ്ടോ എല്ലാവരും?
ഫോളോ ചെയ്യുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ശരി. അപ്പോ ഇനി ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ പറയുകയാണേ. സി, ഇതിനകത്ത് ആക്ച്വലി നമ്മൾ 3 ടേമുകൾ മനസ്സിലാക്കണം. ഒന്ന് മേജർ ടേം. എന്താണ് മേജർ ടേം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റിനെയാണ് മേജർ ടേം എന്ന് പറയുന്നത്. ഇവിടെ കൺക്ലൂഷൻ നോക്കി, സം ഹാറ്റ്സ് ആർ പർപ്പിൾ. ആ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡിലെ ടേം. സോ ഇതാണ് നമ്മളുടെ മേജർ ടേം. ഓക്കെ, കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്. ഇതാണ് നമ്മളുടെ മേജർ ടേം. ഇനി കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് വരുന്ന പ്രെമിസിനെ, അതായത് ഈ മേജർ ടേം വന്നിരിക്കുന്ന പ്രെമിസ് ഏതാണ്? ആദ്യത്തെ പ്രെമിസ് ആണോ രണ്ടാമത്തെ പ്രെമിസ് ആണോ? രണ്ടാമത്തെ പ്രെമിസിലാണ് പേർപ്പിൾ വന്നിരിക്കുന്നത്. കണ്ടോ? ഈ രണ്ടാമത്തെ പ്രെമിസ്, അതായത് മേജർ ടേം വന്നിരിക്കുന്ന പ്രെമിസിനെ നമുക്ക് മേജർ പ്രെമിസ് എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം. മേജർ ടേം ഏത് പ്രെമിസിലാണോ വന്നിരിക്കുന്നത് ആ പ്രെമിസ് ആണ് മേജർ പ്രെമിസ്. ഓക്കെ, രണ്ടാമത്തെ ടേം മൈനർ ടേം. രണ്ടാമത്തെ ടേം മൈനർ ടേം. മൈനർ ടേം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ് മൈനർ ടേം. ഓക്കെ, സബ്ജക്റ്റ് ഓഫ് കൺക്ലൂഷൻ. കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ് മൈനർ ടേം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈനർ ടേം വന്നിരിക്കുന്ന പ്രെമിസ് ഏതാണോ അതാണ് മൈനർ പ്രെമിസ്. ഇവിടെ ഹാറ്റ്സ് എന്ന് പറയുന്ന ടേം ആദ്യത്തെ പ്രെമിസിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അതിനെ നമുക്ക് മൈനർ പ്രെമിസ് എന്ന് പറയാം. ഓക്കെ, സോ മേജർ ടേം പഠിച്ചു. മേജർ ടേം വരുന്ന പ്രെമിസിനെ മേജർ പ്രെമിസ് എന്നും, മൈനർ ടേം പറഞ്ഞു. മൈനർ ടേം വരുന്ന പ്രെമിസിനെ മൈനർ പ്രെമിസ് എന്നും പറഞ്ഞു. ഇനി കൺക്ലൂഷനിൽ വരാതെ 2 പ്രെമിസുകളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ടേം കാണാൻ സാധിക്കും. സി, ഫാഷനബിൾ ക്ലോത്തിങ്. കൺക്ലൂഷനിൽ വന്നിട്ടില്ല, പക്ഷെ 2 പ്രെമിസുകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടേമിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സാധാരണ ഇത് നമ്മളോട് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മേജർ ടേം, മിഡിൽ ടേം, മൈനർ ടേം ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനോ അത്തരത്തിലൊരു അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. സോ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വയ്ക്കുക, എന്താണ് മേജർ ടേം? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്. ദെൻ മൈനർ ടേം ആണെങ്കിൽ കൺക്ലൂഷന്റെ സബ്ജക്റ്റ്. ദെൻ മിഡിൽ ടേം ആണെങ്കിൽ കൺക്ലൂഷനിൽ വരാതെ 2 പ്രെമിസുകൾ റിപ്പീറ്റ് ചെയ്യുന്ന ടേമാണ് മിഡിൽ ടേം. ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആണെങ്കിൽ ലെറ്റ് സി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സി ദിസ് ക്വസ്റ്റ്യൻ. ഇതില് മേജർ ടേം ഏതാണ്? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. മേജർ ടേം ഏതാണ്? അല്ല, അല്ല. കപ്പുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ വെർബ് മാത്രമാണ്, മിഡിൽ ടേം അല്ല. അതായത് ഇപ്പൊ തന്ന എക്സാമ്പിളിലാണെങ്കിൽ കപ്പുള എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ടേമിൽ ഈ ആർ എന്ന് പറയുന്ന ഗ്രാമാറ്റിക്കൽ വെർബാണ് കപ്പുള. അതേപോലെ രണ്ടാമത്തേതിൽ ഈസ് എന്ന് പറയുന്ന ഈ ഗ്രാമാറ്റിക്കൽ വെർബ്, കണക്ഷൻ നടത്തുന്ന ഈ വെർബ്, അതിനെയാണ് കപ്പുള എന്ന് പറയുന്നത്. അതും മിഡിൽ ടേമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, മിഡിൽ ടേം എന്താണ്? കൺക്ലൂഷനിൽ വരാതെ 2 പ്രെമിസിലും റിപ്പീറ്റ് ചെയ്യുന്ന ടേമാണ് മിഡിൽ ടേം. സോ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, ഓൾ ഗ്രീക്സ് ആർ ഹ്യൂമൻസ്, ഓൾ ഗ്രീക്സ് ആർ മോർട്ടൽ. മേജർ ടേം ഏതാണ്? വേഗം ഒന്ന് കമന്റ് ചെയ്തോ. മേജർ ടേം ഏതാണ്? മോർട്ടൽ. അപ്പോ മേജർ ടേം എന്ന് പറയുന്നത് ഇവിടെ മോർട്ടൽ ആണ്. അപ്പൊ ജസ്റ്റ് നോക്കുക, മോർട്ടൽ വന്നിരിക്കുന്ന പ്രെമിസ് ഏതാന്ന് നോക്കുക, അതാണ് നമ്മളുടെ മേജർ പ്രെമിസ്. ഓക്കെ, ദെൻ ഇതിൽ മൈനർ ടേം ഏതാ? കൺക്ലൂഷന്റെ ആദ്യത്തെ ടേം, അതായത് കൺക്ലൂഷന്റെ സബ്ജക്റ്റ്. ഗ്രീക്സ് ആണ് മൈനർ ടേം. ഗ്രീക്സ് വന്നിരിക്കുന്ന പ്രെമിസിനെ നമ്മൾ മൈനർ പ്രെമിസ് എന്ന് പറയും. ദെൻ കൺക്ലൂഷനിൽ വരാതെ 2 പ്രെമിസിനെ റിപ്പീറ്റ് ചെയ്ത ടേം, അതാണ് നമ്മളുടെ മിഡിൽ ടേം. ഹ്യൂമൻ ആണ് ഇവിടെ മിഡിൽ ടേം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, വളരെ ഈസി കൺസെപ്റ്റ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മേജർ ടേം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മേജർ ടേം എന്ന് പറഞ്ഞാൽ
predicate of the conclusion ആണ് മേജർ ടേം എന്ന് പറയുന്നത്. premise containing the major term is called major premise. അതേപോലെ മൈനർ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് ഓഫ് ദി കൺക്ലൂഷൻ ഇസ് കോൾഡ് മൈനർ ടേം. premise containing minor term is called minor premise. മിഡിൽ ടേം കൺക്ലൂഷനിൽ വരാതെ രണ്ട് പ്രമിസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ടേം ആണ് മിഡിൽ ടേം. ഓക്കെ, അത് ഇത്രയും കൺസെപ്റ്റുകൾ ക്ലിയർ ആണോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡൗട്ട് ഉള്ള ഏതെങ്കിലും ഏരിയാസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. ബിക്കോസ് വി ആർ മൂവിങ് ഓൺ ടു ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ലോജിക്കൽ റീസണിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന ഒന്നാണ്. സോ ടെൽ മീ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞ ഏരിയയിൽ? ക്ലിയർ ആണോ? Fine. So, ഹേതുഭാഷാസ് ആൻഡ് ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷൻ, ദീസ് ആർ ദി രണ്ട് ടോപ്പിക്കുകളാണ് നമ്മളുടെ ലോജിക്കൽ റീസണിംഗിൽ. വെസ്റ്റേൺ ലോജിക് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞ ഹേതുഭാഷ, അതായത് ഫാലസി ആണ്. രണ്ടാമതായിട്ട് ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷൻ. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയാം. എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാറുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്. നമുക്കിപ്പോൾ രണ്ട് പ്രപ്പോസിഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരേ സബ്ജക്റ്റ് ടേമും ഒരേ പ്രെഡിക്കേറ്റ് ടേമും ഉള്ള രണ്ട് പ്രപ്പോസിഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കാവുന്ന ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്, ഇമ്മീഡിയറ്റ് കൺക്ലൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കുക. എ ഇവിടെ കിടപ്പുണ്ട്. എയുടെ അർത്ഥം എന്താണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ്, അതായത് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, അല്ലെങ്കിൽ എവരി സബ്ജക്റ്റ് ഈസ് പ്രെഡിക്കേറ്റ്, അത്തരം ടേമുകളാണ്. ദെൻ ഇ ഇവിടെ കാണാം. ഇ മീൻസ് യൂണിവേഴ്സൽ നെഗറ്റീവ്, നോ സബ്ജക്റ്റ് ഈസ് പ്രെഡിക്കേറ്റ്. ഓക്കെ, അതേപോലെ ഓ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓ മീൻസ് സം സബ്ജക്റ്റ് ഈസ് നോട്ട് പ്രെഡിക്കേറ്റ്, സബ്ജക്റ്റ് കാറ്റഗറിയിലെ കുറച്ച് മെമ്പേഴ്സ് പ്രെഡിക്കേറ്റിൽ വരുന്നില്ല. ഐ ആണെങ്കിലോ സം സബ്ജക്റ്റ് ഈസ് പ്രെഡിക്കേറ്റ്. ഇതാണ് ഈ പറയുന്ന 4 ടേമുകൾ വച്ചിട്ട് അതിൽ രണ്ടെണ്ണം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ ജസ്റ്റ് നോക്കുക. എയും ഇയും ഒരുമിച്ച് വന്നാൽ അതിനെ നമ്മൾ കോൺട്രറീസ് എന്ന് പറയും. എയും ഇയുമാണ് ഒരുമിച്ച് വരുന്നതെങ്കിൽ കോൺട്രറീസ് ആണ്. എയും ഓയും ഒരുമിച്ച് വന്നാൽ അത് കോൺട്രാഡിക്ടറീസ് ആണ്. ഓക്കെ, അതേപോലെ ഇയും ഓയും വരുവാണെങ്കിൽ അതും കോൺട്രാഡിക്ടറീസ് ആണ്. ദെൻ എയും ഐയും ഇയും ഓയും വരുവാണെങ്കിൽ അതിനെ സബ് ഓൾട്ടർനേഷൻ എന്ന് പറയും. സബ് ഓൾട്ടർനേഷൻ. ദെൻ ഐയും ഓയും ഒരുമിച്ച് വരുവാണെങ്കിൽ അതിനെ സബ് കോൺട്രറീസ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി കോൺട്രാഡിക്ടറി. കോൺട്രാഡിക്ടറി റിലേഷൻഷിപ്പ് ആരൊക്കെ തമ്മിലാണെന്ന് ഓർക്കണം. ഈ ക്രോസ് ഓർക്കുക. നമ്മളുടെ ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷനിൽ ക്രോസ് റിലേഷൻ ആണ്. അതായത് എയും ഓയും അല്ലെങ്കിൽ ഇയും ഐയും വരുവാണെങ്കിൽ അത് കോൺട്രാഡിക്ടറി ആണ്. എയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എഴുതാം. എക്ക് ഒരു എക്സാമ്പിൾ സം, നോർമലി യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഓക്കെ, ദെൻ ഓയ്ക്ക് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് സെയിം പൊളിറ്റീഷ്യൻ ആർ ലയേഴ്സ് വെച്ചിട്ട് യു ക്യാൻ സേ സം, സോറി എയുടെ ആണല്ലോ, ഞാൻ എയുടെ എഴുതി തെറ്റിപ്പോയെ. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. എ ടൈപ്പ് അല്ലേ, യൂണിവേഴ്സൽ ആണ്. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് ആണ് എ ടൈപ്പ്. സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ എന്ന് പറയുന്നതാണ് ഓ ടൈപ്പ്. സോ ജസ്റ്റ് ഇമാജിൻ. ഇനി നമ്മൾ ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്താ? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, എല്ലാ പൊളിറ്റീഷ്യൻസും കള്ളന്മാരാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്, കുറച്ച് പൊളിറ്റീഷ്യൻസ് കള്ളന്മാരല്ല. ഇത് രണ്ടും ഒരുമിച്ച് നിലനിൽക്കുമോ? ഇത് രണ്ടും ഒരുമിച്ച് ശരിയായിട്ട് വരുമോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എല്ലാവരും കള്ളന്മാരാണെന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കുറച്ച് പേര് കള്ളന്മാരല്ല എന്നാണ്. ഇവ രണ്ടും ഒരുമിച്ച് നിലനിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണോ? അല്ല. അതാണ് കോൺട്രാഡിക്ടറിയുടെ ഫീച്ചർ. ടു പ്രപ്പോസിഷൻസ് ആർ സേഡ് ടു ബി കോൺട്രാഡിക്ടറി ഇഫ് ബോത്ത് കാനോട്ട് ബി ട്രൂ. രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. കണ്ടല്ലോ, രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. ആൻഡ് ബോത്ത് കാനോട്ട് ബി ഫോൾസ് അറ്റ് ദി സെയിം ടൈം. രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകുമോ എന്ന് നോക്കിയാലോ. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതായത് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? എല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞു, അത് തെറ്റാണ്. അതിനർത്ഥം
എല്ലാവരും കള്ളന്മാരല്ല. അതിൽ ചില ആളുകൾ സത്യസന്ധന്മാരാണ്. എല്ലാവരും സത്യസന്ധന്മാരാണെന്നുള്ള അല്ല, അതിന്റെ ഓപ്പോസിറ്റ്. എല്ലാവരും കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് തെറ്റുന്ന എപ്പോഴാ? അതിൽ ഒരാളെങ്കിലും സത്യസന്ധനാവുമ്പോഴല്ലേ. അതാണ് പറഞ്ഞത്. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താ? സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്. മനസ്സിലായോ? എല്ലാവരും കള്ളന്മാരാണ് എന്ന് പറഞ്ഞു, അത് തെറ്റാണ്. അത് തെറ്റാണെങ്കിൽ കിട്ടുന്നത് കുറച്ച് പേര് കള്ളന്മാരല്ല എന്നാണ്. ഓക്കെ. അതേപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്. കുറച്ച് പേര് കള്ളന്മാരല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. കുറച്ച് പേര് കള്ളന്മാരല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. അതിനർത്ഥം എല്ലാവരും കള്ളന്മാരാണ്. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. സി, നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഒരുമിച്ച് ട്രൂ ആവില്ല എന്ന് പറഞ്ഞു. ഒരുമിച്ച് ട്രൂ ആവില്ല എന്ന് പറഞ്ഞു. ഒരുമിച്ച് ഫോൾസ് ആകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരുമിച്ച് ഫോൾസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാ? സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സും ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സും. ഇത് രണ്ടും ഒരുമിച്ച് ശരിയാവും. സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കള്ളന്മാരല്ല, എല്ലാവരും കള്ളന്മാരാണ്. അത് രണ്ടും ഒരുമിച്ച് നിലനിൽക്കില്ല. അതായത് കോൺട്രാഡിക്ടറി ആണെങ്കിൽ ഒരുമിച്ച് ട്രൂ ആവില്ല, ഒരുമിച്ച് ഫോൾസും ആവില്ല. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരുമിച്ച് ട്രൂ ആവുകയില്ല, ഒരുമിച്ച് ഫോൾസ് ആവുകയില്ല. അത്തരം സ്റ്റേറ്റ്മെന്റിനെയാണ് കോൺട്രാഡിക്ടറി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നോക്കുക. ഇൻ അതർ വേർഡ്സ്, ഇഫ് ദി ഒപ്പോസിഷൻ ഇസ് ബിറ്റ്വീൻ ടു പ്രപ്പോസിഷൻ വിച്ച് ഡിഫർ ബോത്ത് ഇൻ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസസ് ഉണ്ടോ നോക്കി. ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസസ് ഉണ്ടോ ഈ രണ്ട് പ്രപ്പോസിഷന്റെ? ആദ്യത്തേല് ഓളിനെ പറ്റിയാ പറയുന്നത്, രണ്ടാമത്തേല് സമ്മിനെ പറ്റിയാ പറയുന്നത്. ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസസ് ഉണ്ട്. ക്വാളിറ്റിയിൽ ഡിഫറൻസസ് ഉണ്ടോ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എ ടൈപ്പ് ആണ്, ദാറ്റ് ഈസ് പോസിറ്റീവ്. ഓ ടൈപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ക്വാളിറ്റിയിലും ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ. സോ ഇവിടെ ഒപ്പോസിഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഇത്തരം കോൺട്രാഡിക്ടറി റിലേഷൻഷിപ്പ് ആണെങ്കിൽ രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, രണ്ടും ഒരുമിച്ച് ഫോൾസും ആവില്ല. അതേപോലെ ക്വാണ്ടിറ്റിയിലും ഡിഫറൻസസ് ഉണ്ട്, ക്വാളിറ്റിയിലും ഡിഫറൻസസ് ഉണ്ട്. അത്തരം പ്രപ്പോസിഷൻസിനെയാണ് കോൺട്രാഡിക്ടറി എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കാമല്ലോ. കോൺട്രാഡിക്ടറി ആണെങ്കിൽ ഒരുമിച്ച് ട്രൂ ആവില്ല, ഒരുമിച്ച് ഫോൾസ് ആവില്ല. ക്വാളിറ്റിയിൽ ഡിഫറൻസസ് ഉണ്ട്, ക്വാണ്ടിറ്റിയിലും ഡിഫറൻസസ് ഉണ്ട്. ഇത്രയും ഓർത്താൽ മതി. ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറി കോൺട്രറി. കോൺട്രറി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലുകൾ തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് എ ടൈപ്പും ഇ ടൈപ്പും ഒരുമിച്ച് വരുവാണെങ്കിൽ അതിനെ കോൺട്രറി എന്ന് പറയും. ലെറ്റ്സ് സി, എക്സാമ്പിൾ എടുക്കാം. നമ്മളുടെ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ എ ടൈപ്പിന് എക്സാമ്പിൾ ആണ് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ദെൻ ഇ ടൈപ്പിന് എക്സാമ്പിൾ ആണ് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് ഓർ നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് എഴുതാം. രണ്ടെഴുതിയാലും സെയിം മീനിങ് ആണ്. ആരും തന്നെ കള്ളന്മാരല്ല, എല്ലാവരും കള്ളന്മാരാണ്. രണ്ടും ഒരുമിച്ച് ട്രൂ ആകുമോ? സോ ഇത് രണ്ടും ഒരുമിച്ച് ഒരു കാരണവശാലും ട്രൂ ആവില്ല. വാട്ട് അബൌട്ട് ഫോൾസ് വാല്യൂ? ഇത് രണ്ടും തെറ്റാണ്. തെറ്റാണെങ്കിൽ അർത്ഥം എന്താണ്? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്, എല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞു. അതെപ്പോഴാണ് തെറ്റുന്നത്? എല്ലാവരും കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് തെറ്റുന്ന എപ്പോഴാ? ഒരു സത്യസന്ധന ഉണ്ടാകുമ്പോഴാണ്, റൈറ്റ്? അതായത് സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് ആണല്ലോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്ന് പറഞ്ഞു. അത് ഫെയിൽ ആവുന്ന എപ്പോഴാ? ഫെയിൽ ആയി കഴിഞ്ഞാൽ അർത്ഥം, അതായത് ആരും തന്നെ നുണയന്മാരല്ല എന്ന് പറഞ്ഞു. ആരും തന്നെ നുണയന്മാരല്ല എന്ന് പറഞ്ഞ് തെറ്റാണ്. അതായത് അതിൽ കുറച്ച് നുണയന്മാരുണ്ട്. സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഇനി നിങ്ങൾ തന്നെ പറയൂ. ഫെയിൽ ആയപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്, സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഇത് രണ്ടും ഒരുമിച്ച് നിലനിൽക്കൂ? കുറച്ചു പേര് കള്ളന്മാരാണ്, കുറച്ചു പേര് കള്ളന്മാരല്ല. രണ്ടും ഒരുമിച്ച് നിലനിന്നൂടെ? അതായത് മൊത്തം 100 പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അതിൽ 25 പേര് കള്ളന്മാരാണ്, 75 പേര് കള്ളന്മാരല്ല. ഒരുമിച്ച് നിലനിൽക്കും, റൈറ്റ്? സോ ഫോൾസ് ആയി കഴിഞ്ഞാൽ ഫോൾസ് ആകാൻ പറ്റും, ഫോൾസ് ആയാൽ നിലനിൽക്കും, പക്ഷേ ട്രൂ ആകാൻ പറ്റില്ല. അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആണ് കോൺട്രറി. ഓക്കെ. സോ യൂണിവേഴ്സൽ പ്രപ്പോസിഷൻസ് ആർ സെഡ് ടു ബി കോൺട്രറി because they cannot both be simultaneously true, but
they can both be simultaneously false, right? രണ്ടും ഒരുമിച്ച് false ആകാം, പക്ഷെ രണ്ടും ഒരുമിച്ച് true ആകാൻ പറ്റില്ല. അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആണ് കോൺട്രറി. In other words, the opposition is between two universal which differ in quality. രണ്ട് യൂണിവേഴ്സൽ ആണ്, ഇവിടെ രണ്ടും ഓൾ ആണ്, റൈറ്റ്? എല്ലാവരെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഡിഫറൻസ് വരുന്നത് എന്തിനാണ്? ഒരെണ്ണം പോസിറ്റീവ് ക്വാളിറ്റിയും ഒരെണ്ണം നെഗറ്റീവ് ക്വാളിറ്റിയും ആണ്. ഡിഫറൻസ് വരുന്നത് ക്വാളിറ്റിയിൽ മാത്രമാണ്, ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസസ് ഇല്ല. ഓക്കെ, നൗ രണ്ട് കൺസെപ്റ്റുകൾ ക്ലിയർ ആയോ? ഡു യു ഹാവ് എനി ഡൗട്ട്സ്? കോൺട്രാഡിക്ടറി, കോൺട്രറി റിലേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, ശരി. ഇനി അടുത്ത റിലേഷൻ ആണ് സബ് കോൺട്രറി. കോൺട്രറി എന്ന് പറഞ്ഞാൽ എയും ഇയും തമ്മിലാണ്. സബ് കോൺട്രറി എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഐ ആൻഡ് ഒ. ഐ ടൈപ്പിനുള്ള എക്സാമ്പിൾ എന്താണ്? സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഓ ടൈപ്പിനുള്ള എക്സാമ്പിൾ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് നിലനിൽക്കുമോ നോക്കി. കുറച്ച് പേര് ലയേഴ്സ് ആണ്, കുറച്ച് പേര് ലയേഴ്സ് അല്ല. നിലനിൽക്കും. അതായത് ഇത് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ട്രൂ വാല്യൂ ഈസ് ദെയർ. രണ്ടും ഒരുമിച്ച് ട്രൂ ആകാം, രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാൻ പറ്റുമോ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയി, എന്ത് കിട്ടും? സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. കുറച്ച് പൊളിറ്റീഷ്യൻസ് കള്ളന്മാരാണ് എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. കുറച്ച് പൊളിറ്റീഷ്യൻസ് കള്ളന്മാരാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആരും തന്നെ കള്ളന്മാരല്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. രണ്ടാമതായി സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ എന്ന് പറയുന്നത് തെറ്റാണ്. സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ എന്ന് പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ, സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയർ എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയർ എന്നാ കിട്ടുക. അതായത് നമുക്ക് ആൻസർ ആയിട്ട് ഇടുന്നത് രണ്ടും യൂണിവേഴ്സൽ ആണ്. ഈ ടൈപ്പും എ ടൈപ്പും കിട്ടും. രണ്ട് യൂണിവേഴ്സൽസ് ഒരുമിച്ച് ഒരു കാരണവശാലും ട്രൂ ആവില്ല. ഒരെണ്ണം പറയുന്നത് എന്താ? ആരും കള്ളന്മാരല്ല. രണ്ടാമത് പറയുന്നത് എന്താ? എല്ലാവരും കള്ളന്മാരാണ്. ഇത് രണ്ടും ഒരുമിച്ച് നിലനിൽക്കില്ല. അതായത് ഫോൾസ് വാല്യൂ ഇല്ല. രണ്ടും ഒരുമിച്ച് ട്രൂ ആകാം, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവില്ല. അത്തരം സ്റ്റേറ്റ്മെന്റ്സിനെയാണ് സബ് കോൺട്രറി എന്ന് പറയുന്നത്. ഓക്കെ, if the two particular propositions that both can be true but both cannot both be false. രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവില്ല, രണ്ടും ഒരുമിച്ച് ട്രൂ ആകാം. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് സബ് കോൺട്രറി. ഇൻ അതർ വേർഡ്സ്, ദി ഓപ്പോസിഷൻ ബിറ്റ്വീൻ ടു പർട്ടിക്കുലർ വിച്ച് ഡിഫർ ഇൻ ക്വാളിറ്റി. ക്വാളിറ്റിയിലാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ബിക്കോസ് ഒരെണ്ണം പോസിറ്റീവ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, ഓ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. സോ ക്വാളിറ്റിയിലാണ് ഇവിടെയും ഡിഫറൻസസ് വരുന്നത്. ദാറ്റ് ഈസ് സബ് കോൺട്രറി. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഈസ് സബോൾട്ടർനേഷൻ. സബോൾട്ടർനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി, എയും ഐയും ഒരുമിച്ച് വരുവാണെങ്കിൽ സബോൾട്ടർനേഷൻ ആണ്. ഇയും ഓയും ഒരുമിച്ച് വരികയാണെങ്കിൽ അതും സബോൾട്ടർനേഷൻ ആണ്. എയുടെ എക്സാമ്പിൾ എന്തായിരുന്നു? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ദെൻ ഐയുടെ എക്സാമ്പിൾ സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നിങ്ങൾ ഓർക്കേണ്ടത്, യൂണിവേഴ്സൽ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ എപ്പോഴും ട്രൂ ആയിരിക്കും എന്നാണ്. അതായത് എല്ലാ പൊളിറ്റീഷ്യൻസും കള്ളന്മാരാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പൊളിറ്റീഷ്യൻസ് എടുത്തു കഴിഞ്ഞാൽ സം പൊളിറ്റീഷ്യൻസ് ആയി. സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ എന്ന് പറയുന്നത് അപ്പോൾ ട്രൂ ആയിരിക്കും. യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ എപ്പോഴും ട്രൂ ആയിരിക്കും. ഇത് റൂളായിട്ട് ഓർക്കുക. അതാണ് സബോൾട്ടർനേഷൻ. യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ എപ്പോഴും ട്രൂ ആയിരിക്കും. ഇപ്പൊ നോ ഡോഗ്സ് ആർ കാറ്റ്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സം ഡോഗ്സിനെ എടുത്തു കഴിഞ്ഞാൽ അവയും ക്യാറ്റ് ആവില്ല. സം ഡോഗ്സ് ആർ നോട്ട് കാറ്റ്സും സ്റ്റാൻഡ് ചെയ്യും. ഇതാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ 4 റിലേഷൻസും പറഞ്ഞു. ഈ 4 റിലേഷൻസ് ആണ് മനസ്സിലാക്കാൻ കുറച്ച് ടൈം വേണ്ടത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ആദ്യത്തെ റിലേഷൻ കോൺട്രാഡിക്ടറി ആണ്. കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞാൽ എയും ഓയും ഒരുമിച്ച് വരുവാണെങ്കിൽ ഇയും ഐയും ഒരുമിച്ച് വന്നാൽ കോൺട്രാഡിക്ടറി ആണ്.
രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. ഇവിടെ ഞാൻ ഈ ബോക്സിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, രണ്ടും ഒരുമിച്ച് ഫോൾസും ആവില്ല. ക്വാണ്ടിറ്റിയിലും ഡിഫറൻസസ് ഉണ്ട്, ക്വാളിറ്റിയിലും ഡിഫറൻസസ് ഉണ്ട്. പിന്നെ കോൺട്രറി ആണ്, രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. റിലേഷൻ ആരൊക്കെ തമ്മിലാ? എയും ഇയും തമ്മിലാണ് റിലേഷൻ. ഓക്കെ. പിന്നെ വരുന്നത് സബ് കോൺട്രറി ആണ്, രണ്ടും ഒരുമിച്ച് ട്രൂ ആകാം, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആവില്ല. റിലേഷൻ വരുന്ന ഐയും ഓയും തമ്മിലാണ്, ക്വാളിറ്റിയിലാണ് ഇവിടെ ഡിഫറൻസസ് വരുന്നത്. ദെൻ സബ് ഓൾട്ടർനേഷൻ ആണെങ്കിൽ ഒരു യൂണിവേഴ്സലും അതിന്റെ പെർട്ടിക്കുലർ തമ്മിലുള്ള റിലേഷൻ ആണ്. യൂണിവേഴ്സൽ ട്രൂ ആണെങ്കിൽ, അതായത് എ ട്രൂ ആണെങ്കിൽ ഐ ട്രൂ ആയിരിക്കണം. അതേപോലെ ഇ ട്രൂ ആണെങ്കിൽ ഓ എപ്പോഴും ട്രൂ ആയിരിക്കും. ഇതാണ് ഇതിന്റെ സബ് ഓൾട്ടർനേഷന്റെ മീനിങ്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് എത്തരത്തിലുള്ള ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് കൺഫ്യൂഷൻ കാണും, റൈറ്റ്? നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണാം. സീ ദിസ് വൺ. ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രപ്പോസിഷൻസ് ദി പ്രപ്പോസിഷൻ സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് കോൺട്രാഡിക്റ്റഡ്? പറയാൻ പറ്റൂ? താഴെ തന്നിരിക്കുന്നത് ഏത് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ടാണ് സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ഡു യു ഹാവ് എനി ആൻസർ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നോക്കേണ്ടത് ഇത് ഏത് ടൈപ്പ് ആണെന്നാണ്. സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് ഏത് ടൈപ്പ് ആണ്? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആണ്? സം മെൻ ആർ നോട്ട് ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഓ ടൈപ്പ് ആണ്. ഓ ടൈപ്പ് കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന എന്തുമായി ബന്ധപ്പെട്ടാണ്? ക്രോസ് റിലേഷൻ ആണ് കോൺട്രാഡിക്ടറി. ഓക്കെ, സോ ഓ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നത് എ ടൈപ്പ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. സോ ഓയുടെ ഓപ്പോസിറ്റ് എ ആയിരിക്കണം. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ഏതാ ഉള്ളത്? ഓൾ മെൻ ആർ ഓണസ്റ്റ്. ഇത് മാത്രമാണ് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നത്. സോ ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷൻ അറിയില്ലെങ്കിൽ നമ്മൾ അത് എഴുതില്ല. അതുകൊണ്ടാണ് ക്ലാസിക്കൽ സ്ക്വയർ ഓപ്പോസിഷൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് മീ ഷോ യു അനദർ ക്വസ്റ്റ്യൻ. Two prepositions that have the same subject and predicate terms but difference in quality are termed as. ഡിഫർ ചെയ്യുന്നത് ക്വാളിറ്റിയിൽ മാത്രമാണ്, സബ്ജക്റ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മാത്രം ഡിഫർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കോൺട്രറി. കോൺട്രറി ആണെങ്കിൽ നമ്മളുടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? കോൺട്രറി എന്താ? ക്വാളിറ്റിയിൽ മാത്രമാണ് ഡിഫർ ചെയ്യുന്നത്, ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് ഇല്ല. ബിക്കോസ് എല്ലാത്തിനെ പറ്റിയാ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൺട്രറി. Another question, if two propositions are related in such a way that they cannot both be true together, although they may be false together, such a relationship is considered to be. രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. അത്തരം റിലേഷൻഷിപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? ഇസ് ഇറ്റ് കോൺട്രറി, സബ് കോൺട്രാഡിക്ടറി, ദെൻ സബ് ഓൾട്ടർനേഷൻ, സബ് കോൺട്രറി? ഏതാണത്? രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. യെസ്, യെസ്, വെരി ഗുഡ്. സി, ഞാനിവിടെ മാർക്ക് ചെയ്യാനുള്ള കാരണം അതാണ്. നോക്ക്, രണ്ടും ഒരുമിച്ച് ട്രൂ ആകുമോ? ഇല്ല, ട്രൂ വാല്യൂ ഇല്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. ഫോൾസ് നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. കോൺട്രറി ആണ് വരുന്നതെങ്കിൽ രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫോൾസ് ആകാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് കോൺട്രറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. All students clear their examination and few students did not clear the examination. This is an instance of. ഇത് ഏത് സാഹചര്യമാണ്? എല്ലാവരും ക്ലിയർ ആയി, ഫ്യൂ സ്റ്റുഡൻസ് ക്ലിയർ ചെയ്തിട്ടില്ല. ഇത് രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഏത് സാഹചര്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, വെരി ഗുഡ്. സോ ഓൾ സ്റ്റുഡൻസ് ക്ലിയർ ദിയർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എ ടൈപ്പ് ആണ്. ഫ്യൂ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ക്ലിയർ ദി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓ ടൈപ്പ് ആണ്. സോ എയും ഓയും ഒരുമിച്ച് വരുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് കോൺട്രാഡിക്ടറി എന്നാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി. വിച്ച് ടൈപ്പ് ഓഫ് categorical proposition in classical square opposition asserts that all members of the subject class belongs to predicate class? സബ്ജക്ട് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആണ്? സബ്ജക്ട് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്. ഓൾ സബ്ജക്റ്റ് ആർ പ്രെഡിക്കേറ്റ്, റൈറ്റ്? ഏതാണത്? ഇത് ഏത് ടൈപ്പ് ആണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സബ്ജക്ട് ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സും പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ്, എ ടൈപ്പ് പ്രപ്പോസിഷൻ ആണ്, റൈറ്റ്?
Okay, is it clear? ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയാസ് ലോജിക്കൽ റീസണിങ്ങിന്റെ ബേസ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൂഡ് ആൻഡ് ഫിഗർ ആയാലും പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫാലസി ആയാലും ഇതെല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിയണം. ഇത്രയുമാണ് ബേസ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി പറയുന്ന ഓരോ സ്റ്റേജും വരുന്നത്. സോ കൃത്യമായിട്ട് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുവാണെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക് കേട്ടോ. ഇന്നപ്പോ എടുത്ത ടോപ്പിക് ഇത്രയും മാത്രമാണ്. ആൻഡ് ഐ വാണ്ട് യു ടു കവർ ഇറ്റ്. ടൈം എടുത്ത് തന്നെ കവർ ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ലെക്ചറിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ എൻഡായി. അത്രയും കണ്ടന്റേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. സോ എനിവേ വളരെ ആവശ്യമുള്ളതാണ്. അത് നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, ഡൗട്ട്സ് ചോദിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.